കേരള സ്റ്റോറി വീണ്ടും നമ്മുടെ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എടാ പരമനാറി, താൻ എന്ത് ചെറ്റ വർത്താനാടാ പറയുന്നത്? അയ്യോ അതെ, ഇവന്റെ വേഷം കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവൻ പള്ളിയിലച്ഛനാണ് തെറ്റിദ്ധരിക്കരുത്. കാരണം പള്ളിയിലച്ഛന്മാർ, അതായത് അത്തരത്തിലുള്ള ആളുകളോട് ഒരുപാട് എപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബഹുമാനവും വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും സംസാരിക്കാനൊക്കെ തോന്നുന്ന ആളുകളാണ്. പക്ഷേ ഇവനെ പോലത്തെ ചെറ്റകൾ അല്ലെങ്കിൽ നാറികൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ വന്ന് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും മുസ്ലിമിനെ കൊണ്ട് എങ്ങനെ അടുപ്പിക്കാം, അല്ലെങ്കിൽ മുസ്ലിമിനെ വെച്ചിട്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും എങ്ങനെ അടുപ്പിച്ച് അവൻ്റെ കാര്യനേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു പരമ നാറിയായിട്ടുള്ള ഒരു ലോഹ ഇട്ടിട്ടുള്ള ഒരു ചെറ്റയാണവൻ. അതുകൊണ്ട് എല്ലാ പള്ളിയിലെ അച്ഛന്മാരോണ്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന, നമുക്ക് ബഹുമാനമുള്ള എല്ലാവരുടെയും മുൻനിർത്തി അവരോട് എല്ലാവരോടും മാപ്പ് ചോദിച്ചിട്ട് ഇവനെ പോലത്തെ ഒരു നാറയോട് കുറച്ച് സംസാരിക്കണം എന്നുണ്ട്. ഇവൻ കേരള സ്റ്റോറി 2ൻ്റെ വിഷയം എടുത്ത് വന്നിട്ട് ഈ നാട്ടിൽ വീണ്ടും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഈ ചെറ്റ പറയുന്ന ചെറ്റത്തരം ഒന്ന് കേട്ട് നോക്ക് നിങ്ങൾ. ബീഫ് നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുന്നു, അത് അല്പം കൂടിപ്പോയി. ചില സിനിമകൾ റിലീസാകുമ്പോൾ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് പറയുകയും ചില സിനിമകളെ വിമർശിക്കുകയും റിലീസ് തടഞ്ഞു വെക്കുകയും ചെയ്യുന്നത് വളരെ മോശമാണ്. എന്തായാലും സിനിമ റിലീസാവട്ടെ, അതുവരെ കാത്തിരിക്കാം. അതാണ് അവൻ്റെ ബുദ്ധിമുട്ട്. കേരള സ്റ്റോറി 2 റിലീസ് ആവട്ടെ എന്നാണ് അവൻ്റെ അഭിപ്രായം. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് മുസ്ലിമിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഉള്ളതല്ല, അതെല്ലാവർക്കും ഒരുപോലെ വേണ്ടതാണ്. ഈ നാട്ടിൽ ചില മൂവീസ് വരുന്ന സമയത്ത് അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരെ എന്നും പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇതും അതുപോലെ തന്നെ അങ്ങ് വിട്ടൂടാ എന്നാണ് ഈ നാറയ്ക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ. ഈ കാവി അല്ലെങ്കിൽ ഈ ലോഹവസ്ത്രമിട്ട ഈ ചെറ്റയോടാണ് ചോദിക്കാനുള്ളത്. ഈ നാട്ടിൽ കുറച്ച് മുമ്പ് ഹാൽ മൂവി വന്നിരുന്നു. ആ ഹാൽ മൂവിയിൽ ധ്വജപ്രണാമം ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൂവിയിൽ ഒരു മുസ്ലിം വിവാഹം അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ പേരിൽ ആ മൂവിക്കെതിരെയും ഇപ്പറഞ്ഞ നിങ്ങളെപ്പോലത്തെ പല പള്ളിയിൽ അച്ഛന്മാരും അല്ലെങ്കിൽ പല സഭകളും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുമ്പ് ഈശോ എന്ന് പറഞ്ഞ ജയസൂര്യയുടെ ഒരു മൂവി വന്ന സമയത്ത് ഇതിനേക്കാൾ വലിയ കോളിളക്കം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ പറഞ്ഞിട്ട് ആൾക്കാർ മുന്നോട്ട് വന്നു, ആകെ പ്രശ്നമാക്കി. എന്നിട്ട് എത്ര കത്രിക കട്ട് വെച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. അതുപോലെ തന്നെ ആയിരുന്നു ഇതിൻ്റെ മുമ്പത്തെ എമ്പുരാൻ പറഞ്ഞ മൂവി. അതുപോലത്തെ പല മൂവികളും ഈ നാട്ടിൽ വന്നതിന് ശേഷം ജാനകി എന്ന് പറഞ്ഞ മൂവിയിൽ പീഡിപ്പിക്കപ്പെടുന്ന പെണ്ണ് പേര് ജാനകി ആയതുകൊണ്ട് ആ മൂവിയിലെ പേര് വരെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള മൂവീസ് വരുന്ന സമയത്ത് സെൻസർ ബോർഡ് കണ്ണടച്ച് കട്ട് ചെയ്യുന്നതും, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേരള സ്റ്റോറി പോലത്തെ മൂവി വരുമ്പോൾ സെൻസർ ബോർഡ് കണ്ണടക്കാണ്ട് പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലെ മലയാളികൾ അറിയാണ്ട് പ്രതികരിച്ച് പോകുമെടോ നാറി. അത് നിനക്ക് മനസ്സിലാവാത്തത് നിൻ്റെ ഉള്ളിലെ വിഷം കൊണ്ടാണ്. അതായത് സഭയുടെ കാശ് മുങ്ങി അല്ലെങ്കിൽ സഭയുടെ കാശ് വെട്ടിച്ച് വീഞ്ഞു കുടിച്ച് കിടക്കുന്ന നിനക്കൊക്കെ ഇടക്ക് എല്ലിൽ കുത്തുമ്പോഴാണ് നിന്റെ ഇത്തരത്തിലുള്ള വർത്താനം നീ പുറത്തോട്ട് വരുന്നത്. അപ്പം ഈ നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ആർക്കൊക്കെ ഉണ്ട്, ആർക്കൊക്കെ അത് കിട്ടുന്നുണ്ട്, ആർക്കൊക്കെ അത് കിട്ടുന്നില്ല എന്ന് സെൻസർ ബോർഡിൻ്റെ ഈ മൂവിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ തന്നെ ഈ നാട്ടിലെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഏത് തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഭാരതത്തിൽ ഇപ്പം ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം തനിക്കത് നൊന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ഉള്ളിലെ കുത്തിത്തിരിപ്പും കുന്നായ്മ കൊണ്ടും മാത്രമാണത്. ഏതായാലും ഇവൻ നെക്സ്റ്റ് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ആളുകൾ അടുപ്പിക്കണം, അതായത് ഒരു മുസ്ലിമിനെ ഒരു ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും വെച്ച് അടുപ്പിക്കണം എന്നുള്ള ചിന്ത ഇവന്റെ വാക്കിലൂടെ വരുന്നുണ്ട്. കേട്ടു നോക്കാം. പക്ഷേ ഈ സിനിമയോടനുബന്ധിച്ച് ചില രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പൊള്ളത്തരങ്ങൾ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ എഴുതി: നിങ്ങൾ ചാണകം തിന്നുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഇഷ്ടമുള്ളവർ ബീഫും മട്ടനും ചിക്കനും ഒക്കെ കഴിക്കും. ശരിയാണ്, മലയാളികൾ ബീഫും ചിക്കനും മട്ടനും ഒക്കെ കഴിക്കും. പക്ഷേ പന്നിമാംസം കഴിക്കുന്നവരുമില്ലേ? എന്തുകൊണ്ടായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി പന്നിമാംസം എന്ന് എഴുതാതിരുന്നത്? ആരെയെങ്കിലും ഭയന്നിട്ടാണോ? ഇനി പന്നിമാംസം ഇവിടെ ആരും കഴിക്കുകയില്ല എന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ അങ്കമാലി ഡയറീസ് എന്ന സിനിമ കാണണം. അതിൽ പന്നിമാംസ കച്ചവടത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ടായിരിക്കും പന്നിമാംസം എന്ന് മനഃപൂർവ്വം എഴുതാതിരുന്നത്? അദ്ദേഹത്തിന് അറിയാം ആ പേര് എഴുതിയാൽ താൻ അടുത്ത വർഷം നിയമസഭയുടെ വാതിൽ കാണാൻ സാധ്യതയില്ലെന്ന്. അത്രയ്ക്കും ഭയക്കണം ഇവിടുത്തെ വോട്ട് ബാങ്കിന്. എന്ത് ഊളത്തരമാടാ മരമാക്രി നീ ചെലച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിൽ പന്നിമാംസം കഴിച്ചു എന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം, ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിനെ, ഏതെങ്കിലും ഹിന്ദുവിനെ പിടിച്ചിടിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ പന്നിമാംസം കഴിച്ചു എന്നും പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ കയറിയിട്ട് അവൻ്റെ വീട് പൊളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ബീഫ് കയ്യിൽ വെച്ചതിൻ്റെ പേരിലല്ലേ ഇവിടുത്തെ മുസ്ലിങ്ങളെ നമ്മുടെ നാടങ്ങ് മാറ്റി നിർത്ത്. ഈ ഉത്തരേന്ത്യയിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ വീട് പൊളിക്കുന്നതും കയ്യിൽ വെച്ച് എത്ര പേരടിച്ച് കൊന്നത്, എത്ര കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസുകൾ നടന്നുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് എത്ര പേര് ഇതിൽ ശിക്ഷിക്കപ്പെടേണ്ടത് എനിക്കറിയാം. അപ്പം ബീഫ് കയ്യിൽ വെച്ചതിൻ്റെ പേരിൽ ആളെ കൊല്ലാം, ബീഫ് കയ്യിൽ വെച്ചതിൻ്റെ പേരിൽ വീടില്ലാണ്ടാക്കാം, ബീഫ് കയ്യിൽ വെച്ചതിൻ്റെ പേര് ആ വെച്ചവൻ്റെ വീട്ടിൽ കയറിയിട്ട് ബലാത്സംഗം ചെയ്യാം.
ഇത് ഈ നാട്ടിൽ നടക്കുമ്പോൾ അതേ സ്ഥാനത്ത് പന്നി മാംസം കയ്യിൽ വെച്ചു എന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും മുസ്ലിം ഏതെങ്കിലും വീട്ടിൽ കയറി ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? പന്നി മാംസം കഴിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിമോ ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലോ ഒരു ഹിന്ദുവിൻ്റെ വീട്ടിലോ കയറിയിട്ട് വീട് പൊളിച്ചിട്ടുണ്ടോ? പിന്നെ താൻ എന്ത് കോണയുടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്? പരമനാറി. നീ ആ ഡ്രസ്സങ്ങ് അഴിച്ചു വെക്ക്. നീ ആ ഡ്രസ്സങ്ങ് അഴിച്ച്, ഞാൻ പറയട്ടെ വിശ്വാസികളെ, ഇവൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ അച്ഛനാണെങ്കിൽ ഇവൻ്റെ എന്താ പറയുക കാർമ്മികത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കുർബാന കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളുടെ 100% നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോലും ദൈവം കേൾക്കില്ല. കാരണം ഇവനാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നതെങ്കിൽ, ഇവനെ പോലത്തെ ഒരു പരമനാറയാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നതെങ്കിൽ, മനസ്സിൽ ഇത്രയും വിഷം വെച്ച് വെക്കുന്ന ചെറ്റത്തരത്തിൽ കാണിക്കുന്ന ഇവനെ പോലത്തെ ചെറ്റകളാണ് നിങ്ങളുടെ കുർബാന ലീഡ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ ആ പ്രാർത്ഥനകൾ വെറുതെ ആയിരിക്കും, നിങ്ങളുടെ ആ മാസ് വെറുതെ ആയി പോയിട്ടുണ്ടോ. ഇവൻ്റെ കുത്തിത്തിരിപ്പ് നിങ്ങൾ സ്വയം കേരളത്തിലെ മലയാളികളെ നിങ്ങൾ ചിന്തിക്കി. പന്നിമാംസം കയ്യിൽ വെച്ചിട്ട് ഏതെങ്കിലും മുസ്ലിം ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ആരെങ്കിലും വീട്ടിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതിൻ്റെ ഇടയ്ക്ക് പല ചെറ്റകൾ ഇതുപോലെ പല വർത്താനം പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾ മലപ്പുറത്തോട്ട് പാടാ, പന്നി വെക്കുന്ന സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം. മലപ്പുറത്ത് എത്ര സ്ഥലങ്ങളിൽ, അതായത് മലപ്പുറത്ത് ക്രിസ്ത്യാനികളുള്ള അല്ലെങ്കിൽ പന്നി കഴിക്കുന്ന ആളുകളുള്ള സ്ഥലത്ത് എത്ര സ്ഥലത്ത് പന്നി വെക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ? എത്ര സ്ഥലങ്ങളിൽ പന്നി വെക്കുന്നത് നിങ്ങൾക്കറിയോ? കോഴിക്കോട് എത്ര സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്കറിയോ? ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളാണ് ഞാൻ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ. പന്നി വെക്കുന്നതിന് കുഴപ്പമില്ല. കേരളത്തിൽ എവിടെയാണ് ബീഫ് അല്ലെങ്കിൽ ബീഫ് തിന്നാത്ത ഹിന്ദുക്കളെ പിടിച്ച് വയറ്റിൻ്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റിയിട്ടുള്ളത്? അത് കണ്ടിട്ട് നിനക്കൊന്നും പറയാൻ തോന്നിയില്ല. പന്നി മാംസം എന്തിനാടാ പരമ പന്നി നീ ഇതിൻ്റെ ഇടയിൽ പന്നിനെ കയറ്റി വിടുന്നത്? എടാ നീയൊക്കെ പന്നിക്ക് വേണ്ട, നിൻ്റെയൊക്കെ പാവം അച്ഛനെ അമ്മനെയൊക്കെ എന്തിനാ പറയുന്നത്? പക്ഷെ നിനക്ക് പറയുന്നത് ഒരു പന്നി ആവാനുള്ള ചാൻസ് അധികമുണ്ട്, കാരണം നീ ഒരു പന്നി ആയതുകൊണ്ട്. ഏതായാലും ഈ പന്നിക്ക് പറയാനുള്ള ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്ക്. പക്ഷേ ഇവിടെയുള്ള ഹിന്ദുക്കളിൽ ചിലരെങ്കിലും കഴിക്കാത്ത ബീഫ് ഫെസ്റ്റ് നടത്തുമ്പോൾ അവരുടെ മതവികാരത്തെ അത് വ്രണപ്പെടുത്തുന്നില്ലേ? അത് ഒരു പ്രശ്നമേ ഇല്ല. കാരണം അവർക്കറിയാം അവർ ഒന്നിച്ചു നിന്ന് ഒരു വോട്ട് ബാങ്കായി രൂപപ്പെടുകയില്ല. ഇവിടെ ഒരു ബീഫ് ഫെസ്റ്റ് നടത്തിയോണ്ട് ഇവിടുത്തെ ഏത് ഹിന്ദുവിനാണ് അവൻ്റെ മതവികാരം വ്രണപ്പെട്ടിട്ടുള്ളത്? ഈ ബീഫ് ഫെസ്റ്റിന് ഏറ്റവും കൂടുതൽ ബീഫ് കഴിച്ചവർ മുസ്ലിങ്ങളാണോ? ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും? എടാ ഇവിടെ ബീഫ് കഴിക്കുന്നവർ കഴിക്കട്ടെ. എടാ പരമനാറി ബീഫ് ഫെസ്റ്റ് നടത്തി എന്ന് വിചാരിച്ചിട്ട് ബീഫ് കഴിക്കാത്ത ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ പിടിച്ചു കൊണ്ടിരുത്തി അവൻ്റെ വാഴിലോട്ടോ അണ്ണാക്കിലോട്ടാണോ ആ ബീഫ് കുത്തിക്കയറ്റി വെച്ചിട്ടുള്ളത്? അല്ലല്ലോ. പിന്നെ ഇവിടെ ബീഫ് ഫെസ്റ്റ് നടത്തിയാൽ എന്താടാ കുഴപ്പം? ഇവിടെ പന്നി കഴിക്കാത്ത ഒരുത്തനെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ കുത്തിപ്പിടിച്ചിരുന്ന് ഇവിടെ പന്നി ഫെസ്റ്റ് എപ്പോഴും നടത്താറുണ്ടോ? അവൻ്റെ വായിലോട്ട് കുത്തിക്കയറ്റാറുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ നടത്തേണ്ട ആവശ്യമില്ല. ഇവിടെ കഴിക്കേണ്ടവർ കഴിക്കും, പന്നി കഴിക്കേണ്ടവർ പന്നി കഴിക്കട്ടെ, ബീഫ് കഴിക്കേണ്ടവർ ബീഫ് കഴിക്കട്ടെ. നിന്നെ പോലത്തെ ഇമ്മാതിരി ചെറ്റത്തരം കാണിച്ച് അല്ലെങ്കിൽ അത് പറഞ്ഞ് നടക്കുന്നത് നീ അതേ തിന്നുകൊള്ളു. നീയൊക്കെ തീട്ടം തിന്ന് ജീവിക്കുന്ന ചെറ്റയാണ് നീയൊക്കെ. അപ്പം നിൻ്റെയൊക്കെ വായിലൂടെ നിൻ്റെയൊക്കെ അകത്തും ഈ ചിന്തകൾ മാത്രമേ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനത്തെ തോന്നലുകൾ വരുന്നത്. ഇവിടെ തുള്ളിത്തെറിച്ച് പോകേണ്ട ഒരു നിർഗുണ ബീജത്തുനിന്ന് നിന്നെപ്പോലത്തെ ഒരു നിർഗുണൻ നാട്ടിലുണ്ടായി. നീ ഇപ്പം ഇവിടെ വന്നിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ സംസാരിച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് ആളുകളെ തമ്മിലടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം, നീ ആ ഡ്രസ്സ് അങ്ങ് മാറ്റിക്കളഞ്ഞു. നീ ആ ഡ്രസ്സ് മാറിയിട്ട് നീ ഒരു കാവി കളസ് ഇട്ടിട്ട് നീ അങ്ങ് ഇറങ്ങിക്കോ. നിനക്ക് നീ പൊളിക്കും. നിനക്ക് അതിന് പറ്റിയതുണ്ട് നിനക്ക്. അതുതന്നെയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ്. കപ്പ വെന്തോന്നും പാത്രം കഴുകാനും കേക്കുകളുമായിട്ട് അവർ നമ്മുടെ വീടുകളിലേക്ക് വരും. പക്ഷേ മനസ്സിലാക്കിയിരിക്കണം നമ്മളെ ഒറ്റ കൊടുക്കുന്നവരെ. കപ്പ കഴുകാനും പാത്രം കഴുകാനും അതല്ലെങ്കിൽ കേക്കുമായിട്ട് വീട്ടിലോട്ട് വരുന്നത് ഏത് മുസ്ലിമാടാ? എടാ നാറി, നീ ആരെടാ പറ്റിക്കുന്നത്? എടാ പരമവാഴെ, നീ ആരോടെ ഈ കളവ് വിളിച്ചു പറയുന്നത്? കേക്കുമായിട്ട് വീട്ടിൽ കയറി ഇറങ്ങിയ പാർട്ടി ഏതാണെന്നും കേക്ക് കൊടുത്തിട്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ നടന്നിട്ടുള്ള പാർട്ടി ഏതാണെന്നും അതേ കേക്കിൻ്റെ അകത്ത് പടക്കം വെച്ചിട്ട് തിന്നവൻ്റെ അണ്ണാക്ക് പൊട്ടിച്ച് അല്ലെങ്കിൽ അവനുണ്ടാക്കിയ പുൽക്കൂട് പൊളിച്ച് അവനുണ്ടാക്കിയ കരോള് പൊളിച്ച് അവൻ്റെ പള്ളിയിൽ അച്ഛനെയും അവൻ്റെ കന്യാസ്ത്രീകളെയും ജയിലിലിട്ട് ഈ നാട്ടിൽ അർമാദിച്ച് നടന്നവൻ ആരാന്ന് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ഒരു ക്രിസ്ത്യനും അല്ലെങ്കിൽ നീ പറഞ്ഞ ചെറ്റത്തരം കേൾക്കില്ല. പക്ഷേ നിനക്ക് ജയ് വിളിക്കുന്ന ക്രിസംഖികളായിട്ടുള്ള ഒരു കൂട്ടം പന്നിക്കൂട്ടങ്ങളും അതുപോലെ തന്നെ നിനക്ക് ജയ് വിളിക്കുന്ന ഒരു കൂട്ടം സംഘികളായിട്ടുള്ള പന്നികളും നിങ്ങൾക്ക് ജയ് വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവരുടെ ഇടയിൽ നിനക്ക് നല്ല രീതിയിൽ നല്ല സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ രാജ്യത്തെ ഈ നാട്ടിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ബീഫ് കഴിക്കേണ്ടവൻ ബീഫും കഴിക്കും, അതല്ല ഈ നാട്ടിൽ പന്നി കഴിക്കേണ്ടവൻ പന്നിയും കഴിക്കും, ചിക്കൻ കഴിക്കേണ്ടവൻ ചിക്കനും കഴിക്കും. ആർക്കും ഒരു പ്രശ്നമില്ല. ഇവിടെ പന്നി കഴിച്ചതിൻ്റെ പേരിൽ ആരും കൊല്ലാൻ പോയിട്ടില്ല, ഇവിടെ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ആരും കൊല്ലാൻ പോയിട്ടില്ല, ഇവിടെ ഇത് രണ്ടും കഴിക്കാത്തതിൻ്റെ പേരിൽ ആരുടെയും വായിലോട്ട് ഇത് കുത്തിക്കയറ്റാനും പോയിട്ടില്ല. അപ്പം ഈ നാടിൻ്റെ പേരും വെച്ചിട്ട് ഇത്തരത്തിലൊരു മൂവി പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിലെ ആളുകൾ ബീഫ് ഫെസ്റ്റ് നടത്തും,
ഈ നാട്ടിലെ ആളുകൾ അതിനെതിരെ കേസും കൊടുക്കും, ഈ നാട്ടിലെ ആളുകൾ അതിനെതിരെ സംസാരിക്കുകയും ചെയ്യും. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന നിന്നെ പോലത്തെ തേർഡ് റേറ്റ് ചെറ്റകളെയാണ് നമ്മുടെ നാട്ടിലെ മലയാളികൾ തിരിച്ചറിയേണ്ടത്. മാറ്റി നിർത്തുക. ഇവനെ പോലത്തെ ചെറ്റകളുടെ മുമ്പിലോട്ടൊരു മുസ്ലിം പെട്ട് കഴിഞ്ഞാൽ ഇവൻ വിഷം വെച്ച് കൊല്ലും, അതല്ലെങ്കിൽ ഇവനെ ഏതെങ്കിലും രീതിയിൽ കൊന്നുകളയും. അതുകൊണ്ട് മുസ്ലിങ്ങളെ സൂക്ഷിച്ചോ. ഇവനെ പോലത്തെ ചെറ്റകളുടെ മുമ്പിലോട്ടൊന്നും പോവാണ്ടിരിക്കുക, പെടാണ്ടിരിക്കുക. പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർന്നു. അതാ ഉറപ്പാണത്.